വാപ്പാക്ക് രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്ന്, മഹാനവറുകൾ സംസാരം വളരെ കുറഞ്ഞ ഒരാളായിരുന്നു. രണ്ടാമത്, എല്ലായിടത്തുനിന്നും ഭക്ഷണം കഴിക്കൂല. എല്ലാ സ്ഥലത്ത് ചെന്നാലും ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ ചില പ്രത്യേകമായ കടകൾ, ചില പ്രത്യേകമായ വീടുകൾ അങ്ങനെ ഉണ്ട്. അവിടെ എത്തിയാലും മാത്രമേ കഴിക്കുള്ളൂ. ഒരു ദിവസം എത്തിയില്ലെങ്കിൽ അന്ന് തിന്നൂല, എന്നാലും വേറൊരുത്തോളം തിന്നൂല. അത് വീരാനൊരു പാപ്പൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട് എന്നാണ്. ഒന്ന്, സഹയ്യിൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ്. സഹയ്യ് എന്ന് പറഞ്ഞാൽ ദാനശീലനാണ്. ദാനശീലൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ചില സ്ഥലത്തൊക്കെ ക്ലാസ്സിന് വന്നാൽ ആൾക്കാർ പറയും ഭക്ഷണം നമ്മൾ ഇന്നോടത്താണ്, ഇവിടെ ആരും വന്നാലും മൂപ്പരോട് തന്നെ ഇക്കാരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ലോണം തിന്നാം. കാരണം എന്താ? ആളൊരു ധർമ്മിഷ്ഠനാണ്, സഹയ്യാണ്, ദാനശീലനാണ്. സഹയ്യിൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ അങ്ങനെ ഒരു നോട്ടുണ്ട്. അല്ലാതെ കുടുങ്ങിയിട്ട് പള്ളിക്കത്തെ മൂലയർക്ക് ചിലവ് കൊണ്ടുവരികയാണെങ്കിൽ തിന്നാൻ പറ്റില്ല. ഇനിയിപ്പോൾ പണ്ടാറടക്കം വ്യാഴാഴ്ച പള്ളിക്കത്തെ മൂലയർക്ക് ചിലവാണ് എന്ന് പറയുകയാണെങ്കിൽ തിന്നരുത്. കാരണം അത് തിന്നാൽ പണ്ടാറടക്കും. പണ്ടാറടക്കാനല്ലേ കൊടുന്നേ, പിന്നെ അത് അങ്ങനെ മനസ്സറിഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ സഹയ്യ് ദാനശീലമുള്ളവരുടെ ഭക്ഷണം മാത്രമാണ് വീരാനൊരു പാപ്പ കഴിച്ചിരുന്നത് എന്നാണ് രണ്ടാമത്തെ പ്രത്യേകത. സുലൈമാൻ മൊലിയർക്ക് വേറെ പ്രത്യേകത ഉണ്ട്. മൂപ്പര് സോപ്പ് കച്ചവടക്കാരനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുലൈമാൻ്റെ സോപ്പ് വാങ്ങിയാലും കുടുങ്ങി, വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി. മൂപ്പർക്ക് സോപ്പ് കച്ചവടമാണ് പ്രധാനപ്പെട്ട പരിപാടി. സുലൈമാൻ മൊലിയർക്ക് വാങ്ങിയാൽ കുടുങ്ങി പറഞ്ഞത്, വാങ്ങിയാൽ എന്താ കൊടുക്കച്ചാലേ, വാങ്ങിയാൽ പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും വാങ്ങേണ്ടി വരും, അതിനെ കൊടുക്കാം. വാങ്ങിയില്ലെങ്കിലുള്ള കൊടുക്കുക എന്താ വെച്ചാൽ പിന്നെ സുലൈമാൻ എങ്ങനെ ജീവിക്കുക, അതാണ് വാങ്ങിയില്ലെങ്കിലുള്ള കൊടുക്കാം. അപ്പോൾ വാങ്ങിയാലും കുടുങ്ങി, വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. മൂപ്പര പ്രധാനപ്പെട്ട പരിപാടി എന്താ വെച്ചാൽ വരുമ്പോൾ 2 കലം കൊണ്ടുവരും. അല്ലെങ്കിൽ വന്നതിൻ്റെ ശേഷം എവിടുന്നേലും വാങ്ങും 2 കലം, മണ്ണിൻ്റെ 2 കലം. എന്നിട്ട് ഒരു കലം ഇങ്ങനെ കവഴ്ത്തി വെച്ചിട്ട് വേറൊരു കലം അതിൻ്റെ മേലിട്ട് കണ്ടുകൊണ്ട് ഉടക്കും. അങ്ങനെ ഉടക്കുമ്പോൾ പറയും, നാട് പോയി കാടാവട്ടെ, കാട് പോയി നാടാവട്ടെ എന്ന് പറയും. അങ്ങനെ കല ഉടച്ച സ്ഥലത്താണ് അത്രേ കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് ഇസ്ലാമിക് അക്കാദമി എന്ന സ്ഥാപനം പിന്നീട് ഉയർന്നു വന്നത്. അതാണ് സുലൈമാൻ എന്തിനാ പറഞ്ഞത്? ഒരു പൂതിയെങ്കിലും ഉണ്ടായി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. പൂതി വെച്ചാൽ നടക്കാത്തൊന്നുമില്ല. പടച്ചോനെ അതേമാതിരിയൊക്കെ ഇന്നൊന്ന് ആക്കി തരുമോ, നിങ്ങൾക്കോ എനിക്കോ ഞമ്മക്ക് ആർക്കെങ്കിലും ഒന്ന് പൂതി വെക്കാൻ കഴിഞ്ഞാൽ നേടാൻ പറ്റും. അതിനാണ് ഞാനത് പറയണത്. അതിനാണ് സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്നത്, മുത്തഖീങ്ങളെ കുറിച്ച് പറയുന്നത്, സജ്ജനങ്ങളെ കുറിച്ച് പറയണത്. അപ്പോൾ പള്ളിയിൽ ദർസുണ്ട്. ഒന്ന് ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടാണ്. എന്തേ കാര്യം? ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടാവാൻ കാരണം ഉമ്മ ഒന്നാമത്തെ മദ്രസയാണ്. അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല. അപ്പോൾ അതും തന്നെയാണ് മജ്ലിസുൽ ഇൽമാൻ, ഇൽമിൻ്റെ മജ്ലിസാണ്. അതന്നെയാണ് ഉമ്മാൻ്റെയും പ്രത്യേകത പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞപ്പോൾ പിരാന്തുണ്ടായാൽ പോലും ഒഴിവാക്കൂല തുണിയെടുക്കൽ. കാരണം ഉമ്മ പഠിപ്പിച്ചതാണ് എന്നതാണ് കാരണം. മൂന്നാമത്തേത് മബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ തോപ്പുകളിൽ വെച്ച ഒരു തോപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ശരിക്കും അവിടെ എന്താ ഉള്ളതെന്ന് അറിയങ്ങൾ? മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എന്താ നടന്നു വെച്ചാൽ മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ്. മനസ്സിലായില്ല? സുഫത്തിൻ്റെ അയലുകാർക്ക് ദർസ് നടത്തിയ മുദരിസ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് ഏത്? മാബൈന ഖബരി വ മിംബരി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതൊക്കെ മജ്ലിസുൽ ഇൽമുമായി തന്നെയാണ് ബന്ധപ്പെടുന്നത്. ദർസ് നടക്കേണ്ട ഇവിടെ. ഇന്ന് ലോകത്ത് ഇൽമ് നിലനിർത്തിപ്പോരുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ദർസാണ്. നാളെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ദർസുകൾ നിലനിൽക്കണം. ഒന്ന് ഇൽമിന് വേണ്ടി, മറ്റൊന്ന് പാരമ്പര്യത്തിന് വേണ്ടി. 2 കാര്യങ്ങൾക്ക് വേണ്ടിയും ദർസ് നിലനിൽക്കണം. അപ്പോൾ അൽഹംദുലില്ലാ വളരെ നല്ല ഒരു ദർസ് മഹാനുഭാവൻ്റെ ചാരത്ത് ഇവിടെ നടക്കുന്നു. അത്യാവശ്യം കുട്ടികളുള്ള നല്ല മനോഹരമായ ദർസ്. ഉസ്താദ് 12 വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദർസിനെ മുന്നിൽ കണ്ട്, ഇൽമിൻ്റെ വഴിയെ മുന്നിൽ കണ്ട് എല്ലാവരും
ബക്കറ്റിലേക്ക് കാര്യമായി സഹായിക്കണം. അതോടൊപ്പം ഇവിടെ കുട്ടികൾ കുറേ ഉള്ളതാണ്, ക്യാൻറ്റീനാണ് നടത്തിപ്പ് എന്നറിയാൻ കഴിഞ്ഞു. വല്ല അരിയോ സാധനങ്ങളൊക്കെ ക്യാൻറ്റീനിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബക്കറ്റായിട്ട് ആൾക്കാർ വരുമ്പോൾ അതും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അരി ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അരിഭക്ഷണമാണ്. അരിഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്തി അല്ലെങ്കിൽ സുന്നത്തുണ്ട് എന്ന് പല മഹത്തുക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അരി. അപ്പോൾ പറ്റുന്നവർ ബക്കറ്റായിട്ട് വരുന്ന സമയത്ത് ദർസിൻ്റെ ചെലവിലേക്ക് കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് അരി ഏൽക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു ചാക്കോ അരച്ചാക്കോ ഒക്കെ സംഘാടകരോട് പറഞ്ഞാൽ അതര എഴുതിയെടുത്തോളും. ഇൻഷാ അള്ളാഹ് നമുക്ക് അവസാനം മഹാനുഭാവൻ്റെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്യാം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് പറയാണ്. വയത് കേൾക്കാതിരിക്കരുത്. നോട്ടെല്ലാവരും എടുത്ത് കൈ പിടിക്കുക. ബക്കറ്റിൽ വരും, പൈസ എടുത്ത് കൈ പിടിക്കുക, നോട്ടം ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. ആദ്യം എടുത്ത് നോക്കി കൈ പിടിച്ചോളി, അല്ല ഞാൻ ബസ്സിൻ്റെ കായ കൂടി പോന്നാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം നോക്കിയിട്ട് എടുത്ത് കൈ പിടിക്കുക. എന്നിട്ട് പിന്നെ വരുമ്പോൾ അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ അവർ സംഘാടകർ ബക്കറ്റായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാര്യമായി സഹായിക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. എന്നാൽ തുടങ്ങിക്കോളി. ദർസക്ക് കുറച്ച് അരി കിട്ടണം കേട്ടോ നിങ്ങളെ അടുത്ത് നിന്ന്. പെണ്ണുങ്ങളൊക്കെ ഒരുപാടുണ്ട്, അപ്പുറത്തും ഉണ്ട്, കുറേ ഉണ്ട്. പല ആൾക്കാരും എന്നോട് പറഞ്ഞ് യൂട്യൂബിൽ വയത് വെക്കലുണ്ട് എന്ന്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ദർസത്തെ അരിക്ക് എന്തെങ്കിലും കൊടുക്കുക, അതുകൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് കൊടുക്കുക. ഒരു ചാക്ക് പറ്റണവരങ്ങനെ കൊടുത്താളി, അല്ലെങ്കിൽ അരച്ചാക്ക് കൊടുത്താളി. ഇപ്പോൾ കൊടുക്കണ്ട, നിങ്ങൾ പേരും ഫോൺ നമ്പർ ഒറിജിനൽ അവനാൻ്റെ ഫോൺ നമ്പറും കൊടുക്കുക. എന്നാലേ വിളിച്ചാൽ കിട്ടുള്ളൂ. ആരാൻ്റെ കൊടുത്താലേ കിട്ടില്ല. നമ്മളെ വലിയ വലിയ വയത് പരിപാടിക്കൊക്കെ ചിലപ്പം പൈസ എഴുതിയിട്ട് പിന്നെ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടലില്ല എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ആയിരുന്നേ, അവനാൻ്റെ നമ്പർ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ കുടിക്കാരത്തിലേ കൊടുത്താലും കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുക. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഉഷാറാക്കി. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത മുൻജീന ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദർസക്ക് കുറച്ച് അരി വേണം, നിങ്ങളെ ഓർമ്മയിൽ വേണം. അവിടെ സംഘാടകർ ഉണ്ട്. പിന്നെ ഒന്നിങ്ങനെ നീച്ച് നടന്നാലേക്കാൾ ആൾക്കാർക്ക് അതൊരു പിടുത്തം കിട്ടുള്ളൂ അല്ലേ? ഉണ്ടല്ലോ അല്ലേ? നമുക്ക് കുറച്ച് അരി വേണ്ടേ ദർസക്ക്? അപ്പം അതിനിങ്ങനെ അവിടെ ഒരാളുണ്ട്. അങ്ങനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. പറ്റുന്നവർ നമ്പറും പേരും പറഞ്ഞാൽ പിന്നെ ഓലിങ്ങളിൽ നിന്ന് ഫോണിൽ ചെയ്തിട്ട് മേടിച്ചോളും. പിന്നെ ഇപ്പോൾ ഈ പിരിവ് എനിക്ക് അത്ര അറിഞ്ഞൂടാ. അതുകൊണ്ടല്ല, അതെങ്ങനെ പിരിച്ചേണ്ടതെന്ന് വലിയൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ പിരിവുള്ള പരിപാടിക്ക് ഞാൻ അങ്ങോട്ട് പോകലുമില്ല. പക്ഷെ എന്നാലിപ്പോൾ ദർശമൊക്കെ കണ്ടു നോക്കുമ്പോൾ കുറച്ച് അരി കിട്ടിയാൽ തിരക്കടില്ല എന്നൊരാഗ്രഹം എനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാൻ അറിയുള്ളൂ. ബാക്കി നിങ്ങൾ കൊടുക്കുക. കുറച്ച് അരി എന്തായാലും കിട്ടണം ഈ അത് അവസാനമാകുമ്പോഴത്തേനും ദ്വാരക്കാൻ. അതാണ് പരിപാടി. ആ വിഷയത്തിലൊക്കെ പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മദ്ഹു സ്വാലിഹീൻ, ദിക്റു സ്വാലിഹീൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയാന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന് സ്വാലിഹീങ്ങളുടെ പേര് പറയാം, രണ്ട് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ പറയുക, അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിൽ അവർ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ എന്നിവ പറയാം. മഹാനായ ശൈഖുന ദർസിന്, പള്ളിയിലത്തെ മൗലവിമാർക്ക്, പള്ളിയിലെ ഇമാമുമാർക്ക് പള്ളി നിർമ്മാണത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു. അതുകൊണ്ടായിരിക്കും എവിടെയും ദർസില്ലെങ്കിലും ഇവിടെ ദർസും സൗകര്യങ്ങളും നിലനിന്ന് പോകുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറയുന്നത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് മാതൃകയാകാൻ വേണ്ടിയാണ്.
എല്ലാ കാലത്തും സ്വാലിഹീങ്ങളുണ്ടാവും. ഈ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആശിഖീങ്ങളും മുഹിബ്ബീങ്ങളും എല്ലാമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളുമായി നമുക്ക് ബന്ധം പുലർത്താൻ കഴിയണം. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് ജീവിതം മെച്ചപ്പെടുക. സ്വലാത്ത് അതിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. സ്വാലിഹീങ്ങളുമായി ബന്ധം നിലനിൽക്കാൻ സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകളെ നമ്മൾ അധികരിപ്പിക്കണം. അങ്ങനെ മഹത്തുക്കളായ ആളുകളുമായി ബന്ധമുണ്ടായിരിക്കണം. അപ്പോൾ സജ്ജനങ്ങളിലേക്ക് നമ്മൾ ചേർക്കപ്പെടും. നമ്മൾ മരിക്കുമ്പോൾ ഒരു കെലിമ ചൊല്ലിക്കിട്ടിയാൽ തരക്കടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുമ്പോൾ ചൊല്ലിയാൽ മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ആരെങ്കിലും ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു. രണ്ട് കാര്യം പറയാണ്ട്. ഒരു കാര്യം, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അത്. പക്ഷേ സ്വർഗത്ത് കിടക്കാൻ അത് മാത്രമേ വയ്യുള്ളൂ എന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണത് നമ്മൾ കേട്ടില്ലെങ്കിൽ പഠിച്ചോനെ അയാൾ നരകത്തിലേറ്റാണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയല്ല, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ അതേ സ്വർഗത്ത് പോകാൻ വയ്യുള്ളൂ എന്ന് വിചാരിക്കരുത്. വെള്ളിയാഴ്ച നല്ല ദിവസമാണ് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഒന്നിനും കൊള്ളൂല എന്നതിന് അർത്ഥമില്ല. വെള്ളിയാഴ്ച നല്ല ദിവസമാണെന്നുള്ള അർത്ഥം അതിനുള്ളൂ. പിന്നെ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക എന്നല്ല ശരിക്കും പറഞ്ഞിട്ടുള്ളത്. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലാമിൻ്റെ അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുക എന്നാണ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചെല്ലണതിൻ്റെ ഇടയിലാണ് മുണ്ടാതായി. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് മരിച്ചു, എന്നാലും അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. പിന്നെ വേറൊന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഉറങ്ങുന്നവൻ ഉറക്കത്തിലും ദാക്കിറാണ്. അതായത് ഉറങ്ങുന്നവൻ്റെ ഒളു ഉണരുമ്പോഴാണ് മുറിയണത്. ഒരാൾ ഒളു ഉണ്ടാക്കിയിട്ട് ഉറങ്ങി, എന്നാൽ അവന് ഉറക്കത്തിൽ ഒളുണ്ട്. ഓൻ്റെ ഒളു എപ്പോഴേ മുറിയുള്ളൂ? ഉണരുമ്പോൾ മുറി, അപ്പോൾ പോയിട്ട് വേറെ ഒളു ഉണ്ടാക്കണം. ഇങ്ങനെയാണ്. എന്നതുമാതിരി ഉറങ്ങുമ്പോൾ ഒരാൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ അവൻ ഉറക്കത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹിലാണുള്ളത്. ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്. ഉറക്കത്തിലോ എന്തേലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയിട്ട് അറിയാതെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോവില്ല. അപ്പം 2 കാര്യങ്ങളെ മനസ്സിലാക്കുക. ഒന്ന്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകണം എന്നാണ് പറഞ്ഞത്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലണം എന്നല്ല. പിന്നെയോ രണ്ടാമത്, സ്വർഗത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതേ സമയത്ത് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവർ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ എന്നതിനില്ല, അല്ലാത്തവരും പോകും. വേറെയും ധാരാളം വഴിയുണ്ട്. ഏറ്റവും കൂടുതൽ വഴിയുള്ളതും സ്വർഗത്തേക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വഴിയുള്ളത് സ്വർഗത്തേക്കാണ്. വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവുന്നതാണ്. എല്ലാ വഴിയുള്ള സ്ഥലത്തേക്കും മാട്ടായക്ക് വഴി ഉണ്ടാവുകൊണ്ട് മാട്ടായക്ക് എളുപ്പവഴിയുണ്ട്. ഞാൻ എളുപ്പവഴിക്കാണ് വന്നേ. വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവും. മദീനത്തേക്ക് വഴിയുണ്ട്, അതുകൊണ്ട് മദീനത്തേക്ക് എളുപ്പവഴിയുണ്ട്. ഇങ്ങനെയാണ് വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും. അതുകൊണ്ട് സ്വർഗത്തേക്ക് വഴിയുണ്ട്, അതുകൊണ്ട് തന്നെ സ്വർഗത്തേക്ക് എളുപ്പവഴി ഉണ്ടാവും. സ്വർഗത്തേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഉമ്മേട്ടോ. വളരെ എളുപ്പമുള്ള വഴി ഉമ്മയാണ്. അത്ര എളുപ്പം വേറൊരു വഴിയും ഉണ്ടാവില്ല. ഒന്ന് ഏറ്റവും എളുപ്പമുള്ള വഴി ഉമ്മയാണ്. ഉമ്മാൻ്റെ തൃപ്തി ഒരാൾ നേടിയാൽ അവൻ സ്വർഗത്തിൽ പോകും. അപ്പം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആഗ്രഹങ്ങളാണ് നമ്മളെ നന്മയിലേക്ക് എത്തിക്കുന്നത്. ആഗ്രഹിക്കാൻ കഴിയണം. സ്വാലിഹീങ്ങളുമായുള്ള അടുപ്പത്തെയും ബന്ധത്തെയും നിലനിർത്തണം. അതിനാണ് സ്വാലിഹീങ്ങളുടെ മനാഖിബുകളെ നമ്മൾ പറയുന്നത് എന്നോർക്കണം. മുത്തഖീങ്ങളാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എല്ലാ കാലത്തും മുത്തഖീങ്ങളുണ്ടാവും. 4 മുത്തഖീങ്ങളുടെ പേര് എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഇമാമ് പറയും. ഇന്നും വെള്ളിയാഴ്ച ആയിരുന്നു. എല്ലാ വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്നാലും ഖത്തീബ് 4 മുത്തഖീങ്ങളുടെ പേര് മുടങ്ങാതെ പറയും. എല്ലാ വെള്ളിയാഴ്ചയും പറയും. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, ഒരു മുത്തഖിയായ മനുഷ്യൻ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. 4 മഹാന്മാർ.
എല്ലാ വെള്ളിയാഴ്ചയും പറയും. ഓരോ വെള്ളിയാഴ്ചയും ഇമാമ് ഈ പേര് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചരിത്രം നമ്മുടെ കൽബിലേക്ക് വരണം. അതിനാണ് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ ദിക്റായി മാറുക എന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ഇമാം ഇങ്ങനെ പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ഉറക്കെ പറയുന്നതിൻ്റെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളെ കൽബിക്ക് വരണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വയലു പറയാണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വയലു പറയാണ്. അങ്ങനെ വയലു പറഞ്ഞിട്ട് പറഞ്ഞു, എല്ലാവരും പെരയിൽ പോയിട്ട് എന്താ പെരയിൽ ഉള്ളയിച്ചാൽ ഉള്ളതിനനുസരിച്ച് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പെരയിൽ ചെറിയ ചില്ലറ പൈസ എന്തുകൊണ്ട് മൂപ്പരെടുത്ത് ഇങ്ങനെ വന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ 14,000 ദിർഹംസ് ഉണ്ട്. മൂപ്പരതിൻ്റെ നേരെ പകുതി 7,000 ദിർഹംസ് എടുത്തുകൊണ്ട് മൂപ്പര് വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉസ്മാനെ നിങ്ങളെന്താ കൊടുന്നതെന്ന് ചോദിച്ചു. അതിൽ മുസ്തഫ റളിയല്ലാഹു പറഞ്ഞു, നബിയെ ഞാൻ 7,000 ദിർഹംസ് കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു. അതിൽ മേടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവേ ഉസ്മാന് തന്നതിലും തരാതെ വീട്ടിൽ വെച്ചതിലും നീ ബർക്കത്ത് ചെയ്യണേ എന്നതായിരുന്നു. സിദ്ദീഖ് തങ്ങളൊക്കെ ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങളെന്തേ കൊടുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ അവിടെ പെരയിലാകെ ചില്ലറ പൈസ ഉള്ളത് ഞാൻ അത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പം നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ പെരയിൽ ഇനി ഭാര്യക്കും മക്കൾക്കും എന്താ ബാക്കിയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിനേക്കാൾ ഹൈറായതുണ്ട് പറഞ്ഞു. അപ്പം നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കറെ ഇതിനേക്കാൾ ഹൈറായ എന്താണ് പെരയിലുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ ഹൈറായിട്ട് ഇനി ഉള്ളത് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലുമാകുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലാണ് പെരയിലുള്ളത് പറഞ്ഞു.